ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഡെയിലി നടക്കാൻ ഇറങ്ങുന്ന പോലെ തന്നെ ഇന്ന് രാവിലെ നമ്മൾ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് മുണ്ടക്കയിലേക്കാണ് കേട്ടോ. ഓക്കെ, ഇതേ ഇതാണല്ലേ. ഇന്നലെ മഴ പെയ്തുകൊണ്ടാണ് തോന്നുന്നത്. എന്താ പറയുക, കുറേ പ്രാണികളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. നല്ലൊരു ആംബിയൻസ്. അതുപോലെ തന്നെ നിങ്ങളതേ മുന്നിൽ കണ്ടതാണ് സെൻറ്റിനൽ റോക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളടുത്ത് എന്താ പറയുക, വെള്ളാരം കുന്ന് എന്നൊക്കെ നമ്മളോട് പറയാം. കാരണം വെള്ളാരം കല്ലിൻ്റെ ആ ഒരു പാറ ആയതുകൊണ്ട് നമ്മൾ പറയാറ് വെള്ളാരം കുന്ന് എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, അത് ഈ കാണുന്ന ബാക്കത്തെ പാടികളിലൊക്കെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും നിലവിലില്ല. നമുക്കിവിടെ നോക്കിയാൽ നേരെ മുന്നിൽ കാണുന്നതാണ് പുഞ്ചിരി മട്ടൻ്റെ മുകളിൽ നിന്ന് ഉരുള് പൊട്ടി വന്ന സ്ഥലം കേട്ടോ. നിങ്ങളത് ഇത് കാണുന്നില്ലേ? ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും മുകളിലേക്ക് പോയില്ല. നമ്മളത് അട്ടപ്പാടി ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഇവിടെ തിരിച്ചു കേട്ടോ. വേറൊന്നുമില്ല. അപ്പോൾ അത് പോയില്ലേ, നമ്മളെ കൂട്ടുകാരനാണ്, ഞാനാണ്. അപ്പോൾ അവൻ മുകളിൽ നിന്ന് ഇങ്ങനെ രാവിലെ ഡെയിലി അവൻ പോകാറുണ്ട്. സൈക്കിൾ ചവിട്ടാൻ ജോഗിനായിട്ട് പോകാറുള്ളതാണ്. അപ്പോൾ അവൻ വന്ന് പിന്നെ എന്തായാലും തിരിച്ച് പോകണമെങ്കിൽ നമുക്ക് അട്ടമലിക്ക് പോകണം. അവിടെ 13-ാം പാലം തന്നെ സ്ഥലമാണ്. അവിടെ എന്താ പറയുക, ഒരു മരം പൂത്ത് നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് എന്താ പറയുക, നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്നും കൂടി കാണിച്ചു തരാം. ഇവിടുന്ന് അട്ടമലിക്ക് പോകുന്ന വഴിയാണ് 13-ാം പാലം എന്ന് പറയും. അപ്പോൾ അവിടെ അടിപൊളിയൊരു വ്യൂ ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ തിരിഞ്ഞിരുതാണത്. ഇവിടെയാണ് നമ്മൾ പുഴ ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ നോക്കി എത്ര വലിയ വലിയ പാറകളാണ് നോക്കി. ഞാനൊന്നും ഈ ജീവിതത്തിൽ ഇങ്ങനത്തെ വലിയ പാറ കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് സ്ഥിരം ഇവിടെ ഈ പുഴയിലൊക്കെ സ്ഥിരം നമ്മൾ കുളിക്കാനൊക്കെ വരാറുള്ളത്. ഇവിടെ നമ്മളെ ഗ്രൗണ്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇതുണ്ടോ? സോ ഫൈനലി നമ്മളിവിടെ തിരിച്ച് പോകാം കേട്ടോ. അപ്പോൾ സൂര്യനെ കുതിച്ച് വന്ന് തുടങ്ങി. ഇതുണ്ടോ, സൂര്യനെ കുതിച്ച് വന്നിട്ടുണ്ട്. കുഴപ്പം ഇന്നലെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഇന്നലെയും ക്ലൈമറ്റ് കുഴപ്പമില്ലായിരുന്നു. മിഞ്ഞാന്നൊക്കെ ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലെ നമുക്കിവിടെ റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നലെ വിചാരിച്ച പോലെ മഴയും കാര്യങ്ങളൊന്നും പെയ്തില്ല. ഇന്നത്തെ അവസ്ഥ എന്താ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ കാലാവസ്ഥ നേരത്തെ തോന്നി. ഏകദേശം നമുക്ക് നോക്കിയേ, കാട്ടുകോഴി പോയി. അപ്പോൾ ഗൈസ്, നമ്മളിത് അവിടുന്ന് അട്ടമലിലേക്കുള്ള ഷോർട്ട് ചാടിയിരിക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിൽ കുറേ ആൾക്കാരൊക്കെ എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ പണിക്ക് പോകുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2 ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ബാക്കിൽ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീഡിയോ എടുത്തിട്ടില്ല. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുക്കാതിരുന്നത്. നോക്കി എന്ത് ക്ലൈമറ്റാന്ന് നോക്കി. ഇത് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് ഈ കാണുന്നതാണ് ഇവിടെ നമ്മളിവിടുത്തെ ആശുപത്രിപ്പാടി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടുത്തെ ചെറിയൊരു ലോക്കലായിട്ടുള്ളൊരു എസ്റ്റേറ്റിൻ്റെ ഹോസ്പിറ്റലാണിത്. ഇത് കാണുന്നില്ലേ, നമ്മളിവിടുത്തെ ഹോസ്പിറ്റല്. ഇവിടുത്തെ പാടികൾ, ഡോക്ടർക്ക് താമസിക്കാനുള്ള റൂമായിരുന്നു ഇതൊക്കെ. ഇതാണ് നമ്മൾ അട്ടമലേക്ക് പോകുന്ന വഴി കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ബസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുണ്ട്, അതാണ് കുളക്കോഴി കേട്ടോ. ഓക്കെ, നേരെ മുന്നിൽ കണ്ട ഇതാണ് നമ്മളവിടുന്ന് പറഞ്ഞ മരം കേട്ടോ.
തന്നെ വരെ നമ്മൾ 13-ാം പാലം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു പാലത്തിന് നമ്മൾ 13-ാം പാലം എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ ബാക്കിൽ കാണണം നമ്മൾ നേരത്തെ പറഞ്ഞ മരം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ മരമാണ് ഗൈസ് ഇത് നമ്മുടെ ഫ്രണ്ടിലിപ്പോൾ ഉള്ളത്. അതുപോലെ നിങ്ങളത് ഈ കാണുന്നില്ലേ, ഇതെല്ലാം ഓരോ ഹട്ടുകളായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്തുള്ള ഒരു എന്താ പറയുക റിസോർട്ട് പോലെ തന്നെ പുഴയോട് ചേർന്നിട്ടുള്ള ഹട്ടുകളായിരുന്നു ഇതെല്ലാം. കുറേ ഹട്ടുകളെല്ലാം നശിച്ചു പോയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ എന്താ പറയുക തോട്ടം തൊഴിലാളികളും എല്ലാവരും കൂടെ ജോലിക്ക് പോകുന്നുണ്ട്. രാവിലെ ആയിക്കോട്ടെ തന്നെ എല്ലാവരും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടേക്ക് വരുന്ന പോലെ ഈ വീഡിയോ കാണാൻ ആർക്കെങ്കിലും പുറത്തുനിന്ന് വരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല. കാരണം പോലീസുകാരവിടെ ബേലിപ്പാലത്തിൻ്റെ അവിടെയും ടൗണിൽ എത്തുന്നതിന് മുന്നേ അവിടെ എന്തായാലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. നമ്മളിവിടുത്തെ ലോക്കലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരുന്നതും കാര്യങ്ങളൊക്കെ. ഓക്കെ കഴിഞ്ഞാൽ മുണ്ടക്കൈ കാട്ടൂരിൽ പോയിട്ട് നമുക്ക് ലൊക്കേഷൻ ഇവിടെ നിന്ന് കറക്റ്റ് കാണാൻ പറ്റും കണ്ടോ. പിന്നെ ഇതാട്ടോ ഗൈസ് നമ്മളിവിടുത്തെ എസ്റ്റേറ്റ് എൻ്റെ ഹോസ്പിറ്റലാണത്. ഓക്കെ ഇത് രസമാണ് നോക്കിയേ. ആണ് കഴിച്ച് ഇപ്പോൾ നമ്മുടെ പുഴേൻ്റെ അവസ്ഥ കേട്ടോ. അപ്പോൾ അത് പുഴ നോക്കി, പുഴ മുകളിൽ നിന്ന് ഡ്രോൺ ഷോട്ട് ഉണ്ട്. കാരണം പോലെയാണ് പുഴ കിടക്കുന്നത്. ഇപ്പോൾ അത് പുഴ നവീകരണത്തിന് ഭാഗമായിട്ട് രാവിലെ തന്നെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓൾറെഡി ഇറ്റാച്ച് ഇവിടെ തന്നെയാണ്. പിന്നെ ഇതേ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. കണ്ടോ വീടിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി. നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇതാണ് നമ്മളെ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം കേട്ടോ. നമ്മളെ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയമാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കിയൊന്നും കാണാനില്ല, ഇപ്പോൾ അത് പകുതിയേ ഉള്ളൂ. ഇതേ നേരെ മുമ്പിൽ നമ്മൾ സ്കൂള് ഇതാണല്ലേ, ഇവിടെയായിരുന്നു നമ്മളെ അമ്പലം ഉണ്ടായിരുന്നത്. ഞാൻ എന്നാ ഇവിടെ ഉത്സവം കൂടിയെന്നറിയാമോ, ലാസ്റ്റ് ഫൈനലായിട്ട് 2021 ഉത്സവമാണ് കേസ് അവിടെ കൂടിയത് കേട്ടോ. 2024 ഞാൻ ഗൾഫിലേക്ക് പോയി. പിന്നെ 2023 കൂടാൻ സാധിച്ചു. 24 വന്നു. 24 വന്നപ്പോഴത്തേക്കും അമ്പലവും ഇല്ലാണ്ടായി.